ഹായ് ഗൈസ്, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിന്റെ ഡേ 8ന്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഡേ 8ൽ കുറേ അധികം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻ ആർമിയും പാകിസ്ഥാൻ ആർമിയും സിയൽകോട്ട് എന്ന് പറയുന്ന അവിടെ ഒഫീഷ്യലായിട്ട് ഫയറിംഗ് നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുതിയതായി വരുന്നുണ്ട്. INS വിക്രാന്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റിനെ കുറിച്ചും ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇതേപോലെ കുറേ അപ്ഡേറ്റുകൾ നടന്ന വീഡിയോ ആണ്, കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പ് ഒരു കാര്യം മാത്രം പറയാണ്ട്, എല്ലാവർക്കും പ്രതികാരം ചെയ്യണം, പാകിസ്ഥാനെ അടിച്ചൊതുക്കണം എന്നൊക്കെ ഉണ്ടാവും. ഇതൊരു നാഷണൽ ഇമോഷനാണ്. പക്ഷെ അറ്റ് ലാസ്റ്റ് ഫൈനലി യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും നേവിയും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇവരെല്ലാം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഇപ്പൊ വീഡിയോയിലിട്ട് കിടക്കാം. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാനിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഫാൾസ് പ്രൊപ്പഗണ്ട. അവിടെയുള്ള ജനങ്ങൾ തന്നെ അവിടെയുള്ള ഗവൺമെന്റിനെതിരെ തിരിഞ്ഞു. ഈ തീവ്രവാദി അറ്റാക്ക് കാരണം അവരുടെ വെള്ളമെല്ലാം ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന പ്രചരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീഡിയ വണ്ണിൽ ഇത് ആദ്യത്തെ ദിവസം തന്നെ വന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദി അറ്റാക്ക് നടത്തിയത് ഇന്ത്യ തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കാൻ പോവാണ്. ആ ഒരു ഇലക്ഷന് തീവ്രവാദി അറ്റാക്ക് നടത്തിയത്. അപ്പോൾ ഇത് വിശ്വസിക്കാൻ മീഡിയ വൺ പോലെയുള്ള ചാനലും അതിന്റെ താഴെയുള്ള കുറെ കമന്റോളികളും മാത്രമോ ഇത് വിശ്വസിക്കുകയുള്ളൂ, പാകിസ്ഥാനിലെ കുറെ ജനങ്ങളും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്തൊരു ഇലക്ഷൻ ഇല്ല. ബീഹാർ ഇലക്ഷനാണ് അടുത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അത് നവംബറിലാണ് നടക്കുന്നതും. അതുമാത്രമല്ല, നമ്മൾ ഡൽഹി ഇലക്ഷൻ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഇലക്ഷൻ ഒന്നും തന്നെ ഇന്ത്യയിൽ ഈ വർഷം നടക്കാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും വലിയൊരു സാഹസം? അല്ലെങ്കിൽ ഒരു അടുത്ത വർഷമാണെങ്കിൽ കുറെ ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റണ്ട് കാണിക്കുകയാണെങ്കിൽ അതിൽ കാര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തുള്ള ഫാൾസ് പ്രൊപ്പഗൻഡ എല്ലാം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളും അതിന് താഴെ പോയി റിപ്ലൈ ചെയ്യേണ്ടതൊന്നും ഒരു ആവശ്യവുമില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ INS വിക്രാന്ത് ആണ്. അപ്പോൾ INS വിക്രാന്ത് നമ്മൾ അറേബ്യൻ സീ വഴി പാകിസ്ഥാന്റെ വാട്ടർ സോഴ്സിന്റെ അടുത്ത് വരെ പോയിട്ട് നമ്മൾ റിട്ടേൺ വന്നു. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ഇത് ഇന്ത്യ പേടിച്ചിട്ടാണ്. പക്ഷെ ആരാണ് പേടിച്ചത് എന്നുള്ളത് കൃത്യമായ ഒരു ഡേറ്റ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ INS വിക്രാന്ത് പാകിസ്ഥാൻ കടൽ സൈഡിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കറാച്ചിനെ അടിക്കണം എന്നാണ്. കാരണം കറാച്ചിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിൽ പാകിസ്ഥാനെ അധിക ദിവസങ്ങൾ സർവൈവ് ആവാൻ പറ്റില്ല. നാളെ ടർക്കി സഹായത്തിന് വരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും രാജ്യങ്ങൾ ഈ പാകിസ്ഥാനെ സഹായമായി മുന്നോട്ട് വരികയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ലോഡ് ചെയ്യേണ്ടതും ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ കറാച്ചി പോർട്ടിലൂടെയാണ്. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പാകിസ്ഥാനെ സ്റ്റോപ്പായി പോകും. ഇനി ലാഹോറിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതുമില്ല. കാരണം ഇന്ത്യയുടെ അടുത്ത് തന്നെയാണ് ലാഹോർ. ഇന്ത്യ പണ്ടത്തെ യുദ്ധങ്ങളിലെല്ലാം തന്നെ ലാഹോറിനെ പിടിച്ചെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കറാച്ചിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കറാച്ചി ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൂടിയ സ്ഥലമായി കരുതുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടാണ് ഇന്ത്യയുടെ ഇത് പോയിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ഇതിൽ പാകിസ്ഥാൻ ചെയ്ത എന്താ വെച്ചാൽ INS വിക്രാന്ത് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവരുടെ എയർഫോഴ്സിനെ കംപ്ലീറ്റ് ആയിട്ടും അവിടെ കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അത് തിരിച്ചു വന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഇവിടെ ഇന്ത്യൻ എയർഫോഴ്സ് രാജസ്ഥാൻ ആ ഒരു സൈഡിലൂടെ കുറെ അധികം ഓപ്പറേഷൻസ് നടത്തിയത്. അപ്പോൾ ഇതിലൂടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പറേഷൻസ് അല്ല, മിലിറ്ററി എക്സസൈസ് നടത്തിയത്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ INS വിക്രാന്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് അവരുടെ എയർക്രാഫ്റ്റ് മൊത്തമായിട്ടും ഈ രാജസ്ഥാൻ ബോർഡറിലോട്ട് കൊണ്ടുപോയി നിർത്തി. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ മിലിറ്ററി നേരെ ജമ്മു കാശ്മീരിന്റെ ടോപ്പിലോട്ട് പോയി അവരവിടെ ഒരു എക്സസൈസ് പോലെ നടത്തിയത്. പെട്ടെന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് അവർ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് തന്നെ എവിടുന്ന് അറ്റാക്ക് വരും എന്ന് ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ തന്നെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ മൗനം സത്യം പറഞ്ഞാൽ പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. എന്ത് എപ്പോൾ ചെയ്യും എന്നുള്ളത് അവർക്ക് ഒരു പിടുത്തവുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ വീരവാദം പറയുന്നത് JF-17 എന്ന് പറയുന്ന ചൈനയുടെ അവരുടെ യുദ്ധവിമാനം അവർക്കുണ്ട്. ഇത് വെച്ച് ഇന്ത്യനെ തകർക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പാകിസ്ഥാനെക്കാട്ടിലും കൂടുതൽ പേടിക്കുന്നത് ചൈനയാണ്. കാരണം അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പാന്ന് കരുതപ്പെടുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഇത്. അപ്പോൾ ഒരു പക്ഷേ ഈ യുദ്ധത്തിൽ ഒരു 10 വിമാനം എങ്കിലും ഇന്ത്യ ഇതിനെ ഷോട്ട് ഡൗൺ ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് ചൈനയുടെ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടായി പോകും. ചൈനയ്ക്ക് വലിയ മാർക്കറ്റ് ഒന്നുമില്ല. പക്ഷെ പാകിസ്ഥാൻ പോലും പിന്നെ ചൈനയുടെ അടുത്ത് നിന്ന് ഈ യുദ്ധവിമാനം വാങ്ങാതാവും. അപ്പോൾ ചൈനയുടെ ഈ സെക്ടർ മൊത്തം കംപ്ലീറ്റ് ഡിഫീറ്റഡ് ആയി പോകും. അതുകൊണ്ട് തന്നെയാണ് ചൈന അടക്കം പേടിക്കുന്നത് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന്. കാരണം നമ്മുടെ അടുത്ത് റഫേൽ ഉണ്ട്. റഫേലിൻ്റെ അടുത്ത് പോയി എങ്ങാനും ഇത് യുദ്ധം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു 10 എണ്ണം എങ്ങാനും പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഏറ്റവും വലിയ പ്രഷറിലോട്ട് ചൈനയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈന ഇതിൽ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും പാകിസ്ഥാനിയർ പറയുന്നത് എന്താ വെച്ചാൽ MiG-21 അവർ ഷോട്ട് ചെയ്ത് താഴെ ഇട്ടത്. അപ്പോൾ ഈ MiG-21ന്റെ എപ്പോഴാണ് പ്രൊഡക്ഷൻ നടത്തിയത് അതിന്റെ അപ്ഡേറ്റുകളെല്ലാം തന്നെ അവർക്ക് ശരിക്കും അറിയില്ല.
അതായത് നമ്മുടെ എയർഫോഴ്സിലുള്ള വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇത് MiG-21 ആയിരുന്നു. അപ്പോൾ ആ MiG-21 അത് ഒരു പഴയ പ്രൊഡക്ഷനാണ്. അപ്പോൾ അത് ഒന്നോ രണ്ടോ യുദ്ധത്തിൽ പോകുന്നതെന്ന് വെച്ചാൽ അത് വലിയ കാര്യമൊന്നുമല്ല. കാരണം അത് പഴയ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് പുതിയ റഫേൽ എല്ലാം വരുമ്പോൾ MiG-21 വളരെ വീക്കാണെന്ന് നമുക്കും അറിയാം. പക്ഷെ നമ്മൾ ആ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ തകർക്കുക എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ വീരവാദം ചെയ്യുന്ന പോലെയൊന്നും ഒരു കാര്യങ്ങളുമില്ല. പക്ഷെ പാകിസ്ഥാന്റെ ഈ JF-17 എന്ന് പറയുന്ന ഈ യുദ്ധവിമാനം ഒരു 5-6 എണ്ണം തന്നെ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയും ഏറ്റവും വലിയ പ്രഷറിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാൽ അതായത് ഗിൽഗിറ്റ് ബൾക്കിസ്ഥാനിൽ അതായത് ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് ഈ ഹമാസ് തീവ്രവാദികൾ ചെയ്ത അതേ മെത്തേഡാണ് ഇപ്പോൾ പാകിസ്ഥാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ഫാർമിംഗ് ലാൻഡ് ഇങ്ങനെയുള്ള പല അതായത് വീടിന്റെ അടുത്തെല്ലാം തന്നെ വലിയ വലിയ ആയുധങ്ങളും അതുപോലെ തന്നെ കുറേയധികം ടാങ്ക്സുകളും കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ഇൻ കേസ് നാളെ ഇന്ത്യ അറ്റാക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതായത് ഈ ടാങ്കുകളെല്ലാം നമ്മൾ ടാർഗറ്റ് ചെയ്ത് മിസൈലുകൾ അയക്കും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യും, അതിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ മരണപ്പെട്ടു പോകും. പിന്നെ ഇവർ ഹ്യൂമൻ ഷീൽഡായി മാറ്റും. അതായത് ഇത് തന്നെയാണ് ഹമാസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് തീവ്രവാദികളെ ഈ ജനങ്ങളുടെ ഇടയ്ക്ക് പാർപ്പിക്കും. അവിടെ അതായത് തീവ്രവാദികൾ അറ്റാക്ക് ചെയ്യുമ്പോൾ കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് കുറേയധികം ജനങ്ങൾ ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ ഗിൽഗിറ്റ് ബൾക്കിസ്ഥാനിൽ അവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്. അതേ ഒപ്പം തന്നെ പാകിസ്ഥാനിൽ അതായത് ബൾജിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രശ്നം നടക്കുകയാണ്. ഇന്ന് 40 സോൾജേഴ്സിനെ വീണ്ടും കൊന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒഫീഷ്യലായി ബൾക്കിസ് അതായത് BLA പുറത്തു വിട്ടിട്ടുമുണ്ട്. അതിന്റെ പ്രൂഫ് അടക്കം അവർക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒരു സ്ട്രൈക്ക് എങ്ങാനും ഇന്ത്യൻ്റെ അടുത്ത് നിന്ന് വരികയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഉള്ളിൽ നിൽക്കുന്ന തന്നെ വലിയ രീതിയിൽ സ്പ്ലിറ്റ് ആവും. അതായത് ബൾജിസ്ഥാൻ ഓൾറെഡി ഒരു ചെറിയ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരവിടെ സെപ്പറേറ്റ് ആവാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ താലിബാൻ സൈഡിൽ നിന്നും ഒരു ഇൻഫിൽട്രേഷൻ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും അറ്റാക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ അതായത് ഡേഞ്ചറസ് സിറ്റുവേഷനിലോട്ടായിരിക്കും നീങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിയൽകോട്ട് എന്ന് പറയുന്ന ബോർഡറിന്റെ ആ ഒരു സ്ഥലത്തെ ഇന്ത്യൻ ആർമി ഫയറിംഗ് നടത്തിയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ ആർമി ഒഫീഷ്യലായി കൺഫേം ചെയ്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഫയറിംഗ് നടത്തിയതായിട്ട് പല റിപ്പോർട്ടുകളും വീഡിയോസുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വരുന്നതോടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.